ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഗൈസ്. വൻ കോമഡി ഉണ്ടായി. ഇത് നമ്മുടെ വീഡിയോൻ്റെ 3-ാം ഭാഗമാണ് ഗൈസ്. ഞാൻ 2-ാം ഭാഗത്തിൽ നല്ലോ മൈൻഡ് ചെയ്തിരുന്നു. അയണൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ ഓഫ്ലൈനിലിരുന്ന് നല്ലോ ഗ്രൈൻഡ് ചെയ്തു. അങ്ങനെ ഒരു ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഷീൽഡ്, പിക്കാക്സ്, സ്വാഡൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് ഫസ്റ്റ് പേഴ്സണിക്ക് ആക്കി. എൻ്റെ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇരുന്നായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ അറിയാതെ എൻ്റെ കൈ തട്ടിയപ്പോൾ ഈ മരങ്ങൾ മൊത്തം കത്തിപ്പോയി ഗൈസ്. ഇപ്പം എൻ്റെ ഹേർട്ട് വരെ കുറഞ്ഞു, അടിയിലെത്തി. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി ഗൈസ് നമുക്കിന്നൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാനാവോ? ഉഫ് ഗൈസ്, ആകെ കത്തി പോണ് എൻ്റെ വീട്. പൊട്ടിച്ചിട്. ഉഫ്, എൻ്റെ വീടിൻ്റെ പകുതി പോയി. എങ്ങനെ ഇരുന്ന വീടാണ് ഗൈസ്, പിരിക്കുന്നുണ്ട. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൈൻഡ് ചെയ്തൊക്കെ കാണിച്ചു തരാം. അടിയിലേക്ക് കുറേ പോയി, അല്ലെങ്കിൽ വേണ്ട, അപ്പോൾ മൈൻഡ് ചെയ്ത് കാണിക്കണ്ട. നമുക്ക് വില്ലേജിലേക്ക് പോകണം. വില്ലേജിലേക്ക് പോകാനായിട്ട് ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടെ. ഐറ്റംസൊക്കെ കുറച്ച് കയ്യിൽ പിടിക്കട്ടെ. 2 വാട്ടർ ബക്കറ്റോ? ഇതെങ്ങനെ വന്നു? എന്തോ ബഗ്ഗാണ് ഒന്ന്. ബസ്, ഞാൻ 2 വാട്ടർ ബക്കറ്റൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതെങ്ങനെ? അറിയത്തില്ല. എന്തായാലും ഞാനിതിൽ ഷെയ്ഡറൊന്നും ഇട്ടിട്ടില്ല. ഷെയ്ഡറില്ല. ഇതിപ്പോൾ പ്യുവർ മൈൻക്രാഫ്റ്റാണ്. പക്ഷേ ഞാൻ മോഡ് ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ, ലെഫ്റ്റല്ല, ഇടത് കയ്യിൽ നമുക്കിത് പിടിക്കാൻ പറ്റും ഗൈസ്. റൈറ്റ് ഹാൻഡിൽ നമുക്കിതൊക്കെ പിടിക്കാൻ പറ്റും, ടോർച്ചൊക്കെ. അപ്പം ഞാൻ അങ്ങനെ മോഡ് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇൻവെൻട്രിയിലൊക്കെ സെറ്റല്ലേ നോക്കാം. ഇത്ര ഐറ്റംസൊക്കെ തന്നെ മതി. ടോർച്ച് വേണം കുറച്ച് കയ്യിൽ പിടിക്കാം. ബെഡ് വേണം ഗൈസ്. ഇത്രയും ഐറ്റംസൊക്കെ മതിയാവും. ഓക്കെ, നമുക്കൊന്നും അങ്ങോട്ട് പ്രിപ്പയർ ആവട്ടെ. ഈ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കയ്യിൽ നിന്ന് മാറ്റട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ പെടും. ഊഫ്. ഓക്കെ ആവട്ടെ. ഇനി നമുക്ക് എന്താ കയ്യിൽ പിടിക്കേണ്ടത്? നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസും കുറച്ച് ബ്ലോക്സൊക്കെ കയ്യിൽ പിടിക്കാം. ഒരു 64 സ്റ്റാക്ക് ഇത് കയ്യിൽ പിടിക്കാം. പിന്നെ ഇപ്പം എന്താ വേറെ വെറൈറ്റി ആയിട്ട് നോക്കട്ടെ. വെറൈറ്റി അല്ല, ആവശ്യമുള്ളത് ചുമയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ബെഡൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഇൻവെൻട്രി പോയിട്ട് ബെഡ് കയ്യിൽ വെക്കട്ടെ. ഇതെടുത്തിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലിൻ്റെ ഭാഗത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫർണസും കൂടി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, ഇത്രയും ഐറ്റംസ് മതി. നമ്മുടെ വീടിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെയും വേറൊരു സംഭവത്തിൻ്റെയും കോർഡിനേറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത് ഗൈസ്. ഇങ്ങനെയൊന്നും വരുന്നില്ല. അത് 2-ാമത്തെ എപ്പിസോഡല്ല, 3-ാമത്തെ എപ്പിസോഡാണ്. ശരിക്കും പറഞ്ഞാൽ 2-ാമത്തെ എപ്പിസോഡിൽ എന്താണ് ഉണ്ടായിരുന്നത് വെച്ചാൽ, ഞാൻ വീഡിയോ ഇട്ടു ഗൈസ്. വീഡിയോ ഇട്ടിട്ട് അത്യാവശ്യം വ്യൂസൊക്കെ കയറിയിരുന്നു. അപ്പോഴാണ് കോപ്പിറൈറ്റ്. ഞാനൊരു സോങ് ഇട്ടായിരുന്നു ഗൈസ് മൈനിങ്ങിൻ്റെ ടൈമിലൊക്കെ. ആ സോങ്ങാണ് നമ്മളെ പറ്റിച്ചത്. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അതിൻ്റെ ക്ലിപ്സ് അച്ഛൻ്റെ ഉണ്ടായിരുന്നില്ല ഗൈസ്, ഡിലീറ്റ് ആക്കിയിരുന്നു. അതുകൊണ്ട് ഞാൻ താൽക്കാലികത്തേക്ക് വില്ലേജ് തപ്പി ഇറങ്ങുകയാണ്. ആ ക്ലിപ്പ് ഡിലീറ്റായി പോയി. ശരിക്കും 3-ാമത്തെ എപ്പിസോഡാണ്. നമുക്കിങ്ങനെ അങ്ങോട്ട് പോവാം. അത്യാവശ്യം നമ്മുടെ ഐറ്റംസൊക്കെ കയ്യിലുണ്ട്. എനിക്ക് കോർഡിനേറ്റ്സ് കിട്ടി ഗൈസ് വില്ലേജിൻ്റെ. ഞാൻ ഇതിനെ ഹാർഡ് കോർ ആയതുകൊണ്ട് ക്രിയേറ്റീവ് ഒന്നും ആക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഗൈസ്. അതൊന്നുമല്ല, അത് വെറൈറ്റി ഒരു സംഭവമാണ്. അത് ഞാൻ പറയുന്നില്ല, ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ലാഗ് ഗൈസ്, 1 മിനിറ്റ് ഗൈസ്. ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ഓഫാക്കട്ടെ, നെറ്റ് ഒന്ന് ഓഫാക്കട്ടെ. അതുകൊണ്ടാണ് ലാഗ്. ഓക്കെ, കറണ്ട് അങ്ങനെ പോയി. നെറ്റ് ഓഫാക്കിയപ്പോൾ ഒന്ന് ലാഗ് കുറഞ്ഞു. ഓക്കെ, കറണ്ട് പോയിട്ടുണ്ട് ഗൈസ്. ലാഗ് ഉണ്ട് എന്തോ. നമുക്ക് വില്ലേജ് തപ്പിയിട്ട് നമുക്ക് ഈ ഡയറക്ഷൻ വെച്ച് പോവാം. നമുക്ക് -300 പോകണം ഗൈസ്. എന്താ ഇങ്ങനെ ലാഗ്?
ഗൈസ് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ഓഫാക്കാം ഗൈസ്. വീഡിയോ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തായി പോകും വീഡിയോ. നമുക്കിങ്ങനെ നടന്ന് പോവാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഗൈസ്. ഏകദേശം എത്താറാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോട്ടെ, ഒരു മിനിറ്റ് ഗൈസ്. എന്തായാലും എനിക്കിത് കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പോകാം, അതായിരിക്കും നല്ലത്. കൂടെ തന്നെയല്ലേ ഗൈസ് ചെയ്യുന്നത്. ഏകദേശം ആ ഡയറക്ഷനിലേക്കാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ ഏകദേശം എത്താറാവുമ്പോൾ കാണിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു സ്ഥലത്തെത്തി. ഇതാ നമ്മുടെ ബാക്കിൽ ചെറിയ ബ്ലോസം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഞാൻ അങ്ങനെ ഒരു ചെറിയ ബ്ലോസം കണ്ടുപിടിച്ച് നടന്ന് ഒരു 2000-3000 ബ്ലോക്ക് ഇപ്പോൾ തന്നെ വന്ന് കാണും. ഇനിയും കുറച്ചും കൂടി പോകാൻ കാണും എങ്ങനെയായാലും ഗൈസ്. നമുക്കിപ്പോൾ ഇതിന് പോകലാണ് പണി. ഓക്കെ, കറണ്ട് വന്നു ഗൈസ്. ഒന്ന് വേണ്ടട്ടെ. ഓക്കെ, ഇപ്പോഴാണ് ഒരു സ്മൂത്ത്നെസ് കിട്ടിയത്. കറണ്ട് അങ്ങോട്ട് പോയി ഗൈസ്. ആൾ പണി പറ്റിച്ച് പോയി. നമുക്ക് ഓക്കെ, കയറി പോവാം. ഓക്കെ, നമുക്ക് കുറച്ച് ചെറിയ ബ്ലോസം വേണമെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ഞാനും പേടിച്ചു ഗൈസ്, പേടി. നമുക്ക് മൈനസ് ഏകദേശം ഒരു 300-400 പോയി വില്ലേജ് കിട്ടേണ്ടതാണ് ഗൈസ്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഞാൻ ഒരു ട്രിക്ക് ചെയ്തു. ഞാൻ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഒരു കേവ്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ഗൈസ്, അതായിരിക്കും നല്ലത്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയാൽ മതി. നമുക്ക് ലാവ റിവെയിനൊക്കെ ഉണ്ട് ഇവിടെ. റിവെയിൻ ഞാൻ വരുന്ന വഴിക്ക് കണ്ടു. ഇതൊരു കേവാണ്. നമുക്കിവിടെ ഡയമണ്ട് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡുകളായിട്ട് നമുക്ക് ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോകണം. അപ്പോൾ നമുക്ക് വേഗം പോയോക്കാം ഗൈസ്. നമുക്ക് കുറച്ചും കൂടി പോയാൽ ഒരു വില്ലേജ് കിട്ടേണ്ടതാണ്. കുറച്ചും കൂടി അയ്യൺ കിട്ടിയിരുന്നെങ്കിൽ ലാഭമായിരുന്നു ഗൈസ്. നമുക്ക് ഈ അയ്യൺ മതിയാവാതെ വരും. നമ്മളൊരു രീതിക്ക് കയറിയോന്നൊരു സംശയം. ഞാനൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മോഡും ഇല്ല, ഷെയ്ഡറും ഇല്ല, ഒന്നുമില്ല. പ്യുവർ മൈൻക്രാഫ്റ്റ്, അതാണ് നല്ലത്. നമുക്കിങ്ങനെ പോയി വെക്കാം. നടന്ന് ഓക്കെ. ഇപ്പോൾ തന്നെ പോയേനെ. ഹെൽത്ത് നല്ല രീതിക്ക് പോകുന്നു ഗൈസ്. ഓക്കെ, കുറച്ച് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ട് വരുന്ന വഴിക്ക്. കുറച്ചുകൂടി വില്ലേജ് എന്തോ ശരിയായി ഗൈസ്. ഒരു വില്ലേജ് അങ്ങനെ കിട്ടി. വില്ലേജിലൊരു ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടായാൽ മതിയായിരുന്നു നമുക്ക്. ഓക്കെ ചാവല്ലേ. ഓക്കെ, അയ്യോ, ബഗ് ബെഡ് റോക്ക് അഡിക്ഷൻ അല്ലേ, ബഗ് ഉണ്ടാവാതിരിക്കില്ല ഗൈസ്. അടിയിക്കെത്തട്ടെ ഗൈസ് വെള്ളം. ഇനി നമുക്ക് ഇങ്ങനെ ചാടാം. അങ്ങനെ നമ്മൾ ഫൈനലി ഒരു വില്ലേജ് കണ്ടുപിടിച്ച്. നമുക്ക് പോയി നോക്കാം. ഗൈസ് ചത്തില്ല എന്നുള്ളൂ. ഓക്കെ നമുക്ക് ഇവിടെ വെള്ളം ഒഴിക്കാം, കയറാം. ഓക്കെ നമുക്ക് കുറച്ച് ദിവസം വില്ലേജിൽ നിന്ന് കളിക്കാം ഗൈസ്. കാരണം നമുക്ക് ഇതിലെന്തായാലും നമ്മൾ വില്ലേജ് റൂട്ടർ ഒന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ഡെഡ്നെസ് അടുത്ത് കൂടെ സ്കെൽട്ടൻ എയിം പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തീർന്നേനെ ഗൈസ്. ശബ്ദമൊക്കെ പോയി, ചുമയാണ്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതാണ് നമുക്ക് ക്യാരറ്റ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ബ്ലൗസും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് ഫുഡായിട്ട് എന്തായാലും വേണ്ടി വരും ഇതൊക്കെ. ആരവിടെ റിപ്പയർ ചെയ്ത് വെച്ചത് ഗൈസ്. ഇതൊക്കെ നമുക്ക് പെറുക്കി കൊണ്ടുപോകാം. നമുക്ക് ഇവിടുത്തെ സ്മിത്തിങ് അവൻ്റെ അടുത്ത് പോയേക്കാം. ഈശ്വര വല്ല ഡയമണ്ടും കിട്ടണേ. ലാവ എവിടെയും കിട്ടുമല്ലോ അല്ലേ ഗൈസ്. ഓക്കെ
നമുക്ക് തുറക്കണം. ഓ മോനെ, ഡയമണ്ട് കിട്ടിയില്ല, പക്ഷേ ഡയമണ്ട് ഹോൾസാൾട്ട് അർദ്ധൊക്കെ കിട്ടി ഗൈസ്. ഹോൾസ് ആർമർ കിട്ടി. നമുക്ക് ആപ്പിൾ അവിടെ ഇരുന്നോട്ടെ കയ്യിൽ. ഒരു ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു ഗൈസ്. നമുക്ക് ഈ വില്ലേജിൽ നിന്ന് എന്തായാലും അടിച്ചു പറക്കി നോക്കാം. എന്തെങ്കിലും ലാഭമായിട്ട് കിട്ടിയ ലാഭമായി. ഓക്കെ, ഇതിലൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത വില്ലേജ് തോന്നൂല ഗൈസ്. ഓക്കെ ഏകദേശം നൈറ്റ് ടൈം ആയി, ആവാറായി. ഇത്രയേ ഉള്ളൂ വില്ലേജ്. കുഞ്ഞുണ്ടോ? ആ സൈഡിലേക്ക് ഇങ്ങുണ്ട് ഗൈസ്. ഓക്കെ, ഇത് കുറച്ചെടുക്കാം, നമുക്ക് ആവശ്യം വരും. ഗൈസ്, ഭയങ്കരമായിട്ട് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, പെറുക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ ബെഡിട്ട് കിടന്നു നോക്കാം. ഒന്ന് ബെഡ് വെക്കടാ. ഓക്കെ, നമ്മളങ്ങനെ പറഞ്ഞു ഗൈസ്. ഇച്ചിരി ലാഗ് ഉണ്ട്, എന്താണെന്നറിയത്തില്ല. നമ്മൾ അത്യാവശ്യം പൊട്ടോട്ട കളക്ട് ചെയ്യട്ടെ. എന്താ ഗൈസ് ഇങ്ങനെ ലാഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ലാഗ് ഉണ്ടാവാറില്ല. ഓക്കെ, അങ്ങനെ എന്തായാലും ഒരു വില്ലേജ് കിട്ടി ഫൈനലി. ഓക്കെ, ലാഭടിച്ചു. നമുക്ക് വീട്ടിലൊന്ന് കയറി വെക്കാം. നമ്മളിവിടെ അയൻകുളത്തിന് വെറൈറ്റി ഹൗസ്. അതെന്താ ഗൈസ്? ഇത് അണ്ടർഗ്രൗണ്ട്. നമുക്കൊരു MLG ചെയ്ത് നോക്കാം. ഇത് വല്ലാതെ ഹൈറ്റില്ല. അപ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും MLG പ്രോ പ്ലെയർ ആണെന്ന് ഗൈസ്. ഒന്നുമില്ല. ഇതിലെന്തെങ്കിലും ഉണ്ടാവും, ലാവിഷായിട്ട് ഉണ്ടായാൽ മതി. പറയാൻ ഭാഗ്യമുണ്ടോന്ന്. ലെക്ടേണാണ് ഗൈസ്. ചെസ്റ്റ് ഇല്ലേ? അയ്യേ, ചെസ്റ്റ് ഇല്ലാത്ത വീടോ. നമുക്ക് ഈ ലെക്ടേണൊക്കെ വരണം. എന്തായാലും നമ്മൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും, അതുകൊണ്ട് സീനില്ല. ഓക്കെ, എൻ്റെ ട്രേഡ് എന്താ? ഇതേതാ ബുക്ക്? അൺലോക്ക് ആയിട്ടില്ല. നോക്കട്ടെ ഗൈസ്, 2 വീടും കൂടി ഉണ്ട്. ഇതിലും കൂടി ഒന്നുമില്ലെങ്കിൽ മൊജാങ് പറ്റിച്ചു ഗൈസ്. ഇവിടെ ആകെ ചെസ്റ്റുള്ള ഒറ്റൊരു വീടാണല്ലോടാ. അയ്യോ, എൻ്റെ ബാക്കിൽ ആ ഭാഗത്തേക്ക് കണ്ട്. ഇതും കൂടിയൊക്കെ നോക്കട്ടെ ഗൈസ്. എന്തത്? ഒന്നുമില്ല, നമ്മളെ പറ്റിച്ച് വീടുണ്ട്. ഇവൻ്റെ എന്താ ഉള്ളത് നോക്കട്ടെ. മാറിക്കൊണ്ടാവാൻ തീരും. ഓക്കെ, ഇവനെ വേണമെങ്കിൽ ഒന്ന് പൂട്ടിയിടാം. കാരണം ഓക്കെ, അവൻ അവിടെ നിൽക്കട്ടെ. ലാഗാണ് എനിക്ക് പേടി. ഞാൻ പറഞ്ഞു. ചാവല്ലേ. ഒരു കുഴി പോയി ചാട്. ഓക്കെ, എടാ ഒന്ന് ചാട് ബ്രോ. ഓക്കെ എവിടെങ്കിലും ഒന്ന് പോയി കേറ് ബ്രോ. അയൻകുളം. ഓക്കെ, ഷിഫ്റ്റ് ഞെക്കി ഇരുന്ന് ഫ്രണ്ട് പോയി. ഓക്കെ, ഇവൻ്റെ ട്രേഡ് ഇവിടെ നമുക്കൊന്ന് സെറ്റാക്കണം. അവിടെ നമ്മുടെ കയ്യിൽ കോളില്ലേ? ഇവന് നമുക്ക് പോവാത്ത വിധം ഒരു ബ്ലോക്ക് ചാവും ഗൈസ്. മാക്സിമം അവന് ആരും കൊല്ലാത്ത വിധം സെറ്റാക്കണം. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടിപൊളി മൂടിയൊക്കെയാ. പിന്നെ ഇപ്പോൾ ഇവിടെ കൈസ് ഓട്ട വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ടോർച്ച് വെക്കണം അല്ലേ, അല്ലെങ്കിൽ മോപ്സ് സ്പോണായി അവനെ അങ്ങോട്ട് തട്ടും. ടോർച്ചില്ല. വീട്ടിൽ നിന്ന് അങ്ങോട്ട് പൊട്ടിക്കാം. എന്ത് പണിയാണിത്.
എടാ ഒരു ടോർച്ചില്ലാത്ത വീടാണത്. ഓക്കെ ഗൈസ്, ഇതിലില്ല ടോർച്ച്. പൊട്ട് 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 പൊട്ട്. ടോർച്ചില്ലാത്ത വീട് നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ലൈറ്റ് ഈ ബ്ലോക്ക് ഈ ടോർച്ച് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ പതുക്കെ ലൈറ്റ് വയ്ക്കണം, അവനൊന്നും പറ്റാതെ. ഓക്കെ, അവൻ എന്തെങ്കിലും കാട്ടിയ അവൻ്റെ വീട്ടിൽ കൊള്ളാം. ഓക്കെ 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 ഓക്കെ, ഇതിപ്പോൾ അവൻ സേഫാ. ഓക്കെ, ഇത് ഓക്കെ, ഇപ്പോൾ അവൻ സേഫാ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ എന്താ, ഇനി വീടുകളുണ്ട് ഇഷ്ടം പോലെ. ഓ, ഇതൊക്കെ വീടാണല്ലേ, ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, പോയേക്കാം. ഉഫ്, ലാഗാണ്, ലാഗ്. ഓ, ഇവനും വലിയ കുഴപ്പമില്ലാത്ത ട്രെയിനാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാതിലടച്ച് നമുക്ക് ഓക്കെ, അവനാണ് മൂടിയിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ആവശ്യം വരത്തില്ല, എന്നാലും അവനെ കൊണ്ട് നമ്മളൊന്നും ഉണ്ടാക്കിപ്പിക്കുന്നൊന്നുമില്ല. ഒരു ചെസ്റ്റ് ഇല്ല പൈസ ഒരു വീടിനും. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു. ഈ ഡിസൈൻ നോക്കിയിട്ട് നമുക്കൊരു വീട് ഉണ്ടാക്കാൻ നോക്കാം, കാരണം അതായിരിക്കും നല്ലത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ് ഈ വീട്. ഈ വില്ലേജ് പക്ഷേ പൊട്ട വില്ലേജ് എന്നൊക്കെ പറഞ്ഞാലുണ്ട്, അത്രയും പൊട്ട വില്ലേജാണ് ഗൈസ്. ഇത് ചടപ്പിക്കും മനുഷ്യനെ ഗൈസ്, കാരണം ഇതിലൊന്നുമില്ല, അതാണ് ചടപ്പ്. നമുക്ക് അയൺകുളത്തിനെ കൊല്ലണം, വേണ്ട. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വില്ലേജൊക്കെ കണ്ടുപിടിച്ച് എവിടെ എൻ്റെ ബാക്കിൽ കണ്ടോ, ഒരു വിറ്റേഴ്സിൻ്റെ ബാക്കിൽ എടാ നമ്മൾ മണ്ണുമ്പോഴൊക്കെ പാടി നടക്കുന്നത്, അതാണ് ഗൈസ്. ഇന്ത്യയിൽ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഫുള്ളായിട്ട് നമ്മളാക്കി. രണ്ടാമത്തെ വീഡിയോ കട്ടായി പോയി ഗൈസ്, ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഗൈസ്. നമ്മുടെ വീടെന്തായാലും കത്തിപ്പോയി, നമുക്ക് ശരിയാക്കാം. ചെറിയ ബ്ലൗസൊക്കെ അടിപൊളി വീടാക്കാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളൊന്ന് ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് ഗൈസ്. ബൈ ബൈ.